ഹായ്. മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും മികച്ച കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പടം ദിൻജിത്ത് അയ്യത്താൻ്റെ കിഷ്കിന്ധ കണ്ടവായിരിക്കും. ഡോണ്ട് മിസ് ദിസ് എപ്പിക് ഒരു ഗംഭീരമായിട്ടുള്ള പടമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഒരു ഈ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് കടന്നു പോകും. ഒരിക്കലും ഈ പടം മിസ്സാക്കരുത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഹുൽ രമേശ് ആണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും ചെയ്തിട്ടുള്ളത്. ദിൻജിത്ത് അയ്യത്താനാണ് ഡയറക്ടർ. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മുജീബ് മജീദാണ്. വല്ലാത്തൊരു വർക്കായിരുന്നു കേട്ടോ. പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ലെജൻഡറി ആക്ടേഴ്സ് ആയിട്ടുള്ള വിജയരാഘവൻ, ജഗദീഷ്, അശോകൻ, അതുപോലെ തന്നെ ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ കോട്ടയം രമേശ് ഒരു പോലീസ് റോളിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥയാണ്, സ്ക്രിപ്റ്റാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് ഈ സാധനം എഴുതി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്രിസ്റ്റഫർ നോളൻ്റെയൊക്കെ ഇൻസെപ്ഷനൊക്കെ കണ്ടിട്ട് കിളി പാറിയിരിക്കില്ലേ, അതിൻ്റെ ഒരു ഇമോഷണൽ സാധനം മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഒരടി കിട്ടിയ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അത് തിയേറ്ററിൽ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ പടത്തിൻ്റെ അവസാനത്തെ 40 മിനിറ്റ് കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു വ്യക്തിയെ ഒരു സമൂഹം എങ്ങനെ നോക്കിക്കാണണം എന്നതിനെ കുറിച്ചിട്ട് അയാൾക്ക് തന്നെ ചില ധാരണകൾ ഉണ്ടാകും. അതിനുവേണ്ടി അയാൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കൃത്യമായ ചില റുട്ടീൻസ് ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ഓപ്പണായിട്ട് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരു വ്യക്തി ഇപ്പം എത്രത്തോളം ഓപ്പൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അയാൾക്ക് 100% ഓപ്പൺ ആകാൻ വേണ്ടി പറ്റില്ല. മാക്സിമം ഒരു 95%. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അഭിനയിക്കുന്ന പല കാര്യങ്ങളും ഒരു ക്രൈമിലേക്കൊക്കെ നയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത്. ഇതിനിടയിലേക്ക് ഒരു അച്ഛൻ മകൻ റിലേഷൻ വരുന്നുണ്ട്, അവർ തമ്മിലുള്ളൊരു ബോണ്ട് വരുന്നുണ്ട്, ഇമോഷണലായിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിൽ വിജയരാഘവൻ്റെ കഥാപാത്രം അപ്പൂപ്പിള്ള എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ ഈ കഥാപാത്രമാണ് ഈ സിനിമയുടെ ഏറ്റവും കോർ എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് ആസിഫ് അലി വരുന്നത്, അജയ് ചന്ദ്രൻ. അദ്ദേഹം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഈ സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ മലയാള സിനിമയിലൊക്കെ ത്രില്ലർ വരുന്ന സമയത്ത് ഫോറസ്റ്റ് ഏരിയ ആണല്ലോ അധികം ബേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു വിഷ്വൽ ഗ്രാമറാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക. വളരെ ഫ്രഷ് ആയിട്ടുള്ള വിഷ്വൽസും അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു ടെറൈനിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ അപർണ ബാലമുരളി അവതരിപ്പിക്കുന്ന കഥാപാത്രവും ആസിഫിന്റെ ഭാര്യ, രണ്ടാം ഭാര്യയായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ വരുന്നതോട് കൂടിയിട്ടാണ് ഈ കഥയുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ കഥ നടക്കുന്ന ചുറ്റുപാട്, അവരുടെ വീട്, വിജയരാഘവന്റെ ഒരു ക്യാരക്ടറൈസേഷൻ, ഇതൊക്കെ നല്ല കൃത്യമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹാഫ് വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലത്തെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റിക് അനുഭവം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമ്മൾ വലിയ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഇരിക്കരുത്. ആദ്യത്തെ ഹാഫ് ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഇതിൽ വിജയരാഘവന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. ആ ക്യാരക്ടറൈസേഷൻ തന്നെ നമ്മൾക്കിടയിലൊക്കെ ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അതായത് തീരെ ആളുകളോട് യോജിക്കാത്ത, പല കാര്യങ്ങളും വിട്ടു പറയാൻ മടിക്കുന്ന, ഈ പക്കാ തന്ത വൈബായിട്ടുണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ഒരു കഥാപാത്രമാണ്. പക്ഷെ അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നുള്ളത് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ആസിഫ് അലിയുടെ പ്രകടനം കേട്ടോ. വിജയരാഘവൻ ഒരു ഭാഗത്ത് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുക എന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ്. അതിലെനിക്ക് അതിഗംഭീരമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു മോർച്ചറിയിൽ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ മോനെ, ഒരു ഗംഭീരം എന്ന് വെച്ചാൽ ഒന്നും പറയില്ല. പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ കണ്ണുകൾ കൊണ്ടുള്ള ചില സാധനങ്ങളൊക്കെ അതിഗംഭീരമായിട്ട്, ഇമോഷണൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവുണ്ട്. അത് ആ ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്രൈം സീനിലേക്ക് വരുന്നൊരു ഭാഗവും, അയാളുടെ ഭാര്യ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുന്ന ഭാഗം, അത് നമുക്ക് കഥ മുഴുവനായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഓരോ പോയിന്റും, അത് ഫസ്റ്റ് ഹാഫിൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതിൻ്റെ എല്ലാ സാധനവും നമുക്ക് സെക്കൻഡ് ഹാഫിൽ അറിയാൻ വേണ്ടി പറ്റും. ഇയാൾ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ റിയാക്ട് ചെയ്തത്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ, ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ട്, അതൊക്കെ ആദ്യം അങ്ങനെ മനസ്സിലാവില്ല. ഈ സിനിമയിലെ ഒരു ഘടകങ്ങളെ നമുക്ക് അങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. മ്യൂസിക് എന്ന് വെച്ചാൽ ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് വെച്ചാൽ
വല്ലാത്തൊരു സ്കോറിംഗ് ആണ്. നമ്മൾ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഗംഭീരമായിട്ടുള്ള വർക്കായിരുന്നു, നല്ല വിഷ്വൽസ് ആണ്, ഗംഭീരമായിട്ടുള്ള തിരക്കഥയാണ്, ഓരോ ആർട്ടിസ്റ്റുകളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് സൂപ്പറാണ് കേട്ടോ. അവരുടെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അവരിൽ തന്നുവെച്ചിട്ടുള്ളത്. ആസിഫ് അലി ആണെങ്കിലും വിജയരാഘവൻ ആണെങ്കിലും ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ അപർണ ബാലമുരളി പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അഭിനയിച്ച് തീർത്തേ പറ്റൂ. അത് തന്നെയാണ് ഈ സിനിമയിലുള്ളത്, അഭിനയിച്ച് തീർക്കുക തന്നെയായിരുന്നു ആസിഫ് അലിയും വിജയരാഘവനും. പിന്നെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ശരി തെറ്റ് ഇങ്ങനൊന്നും വേർതിരിച്ച് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള ചില ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ അതിനെങ്ങനെ മറ്റുള്ളവർ ഹാൻഡിൽ ചെയ്യുന്നു, ആരെയും അധികം ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള ആ ഒരു സ്കില്ലുണ്ടല്ലോ, മനുഷ്യ സഹജമായിട്ടൊരു സ്കില്ലുണ്ടല്ലോ, അതിനെ നല്ല വൃത്തിയായിട്ട് തിരക്കഥയായി എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടൊരു പടം. തിയേറ്റർ വാച്ച് മിസ്സാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ മിസ്സാക്കി കഴിഞ്ഞാൽ ഒരു വലിയ മിസ്സായിരിക്കും. കാരണം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ആദ്യത്തെ ഹാഫ് ക്ഷമയോടെ ആ ഒരു പരിസരം മൊത്തം മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ഹാഫ് ഈ സിനിമയിലെ എഴുത്തുകാരൻ എന്താണോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്യുക. വല്ലാത്തൊരു ഫീലാണ്, നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഇതിൽ തെറ്റ് ശരി അങ്ങനെ ഒന്നുമില്ല. ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് മാത്രമേ പറയാനുള്ളൂ. വിജയരാഘവൻ ശരിക്കും ഒരു ഭയങ്കരനായിട്ടുള്ള ആക്ടറാണ് കേട്ടോ, ശരിക്കും. അതായത് നമ്മൾ പലതവണ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നാറുണ്ട്, പക്ഷേ ഈ സിനിമ എന്തോ വളരെ സ്പെഷ്യലാണ്. അതുപോലെ ആസിഫ് അലിയും ഗംഭീരം. സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലില്ലേ വേറെ ലെവൽ ആക്ടറായിട്ട് മാറും. ഗംഭീരമായിട്ടൊരു പടം കണ്ടു നോക്കുക. ഗ്രേറ്റ് മൂവി കിഷ്കിന്ധാ കാണ്ഡം.